കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 10ാം ക്ലാസ്സിലെ യൂണിറ്റ് 3ലെ വാർ എന്ന പാഠഭാഗത്തെ ആക്ടിവിറ്റീസ് നോക്കാം. ലെറ്റ്സ് റിവൈൻഡ്. നമുക്ക് തിരികെ പോകാം, അല്ലെങ്കിൽ ഓർമ്മിക്കാം. ഈ വിഭാഗത്തിലെ ചോദ്യങ്ങൾ പാഠഭാഗത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. വൈ വർ ദ പാസഞ്ചേഴ്സ് ഇൻ ദ ട്രെയിൻ ഡിസ്ട്രസ്ഡ്? ട്രെയിനിലെ യാത്രക്കാർ എന്തിനാണ് ദുഃഖിതരായിരുന്നത്? ആൻസർ: They were upset because of the ongoing war, the fear of losing loved ones, and the overall atmosphere of grief and uncertainty. നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുമോ എന്ന ഭയം, കൂടാതെ ദുഃഖവും അനിശ്ചിതത്വവും നിറഞ്ഞ അന്തരീക്ഷം എന്നിവ കാരണമാണ് അവർ ദുഃഖിതരായിരുന്നത്. Question number 2. Why, in your opinion, did the woman ask the stout man if his son was really dead? നിങ്ങളുടെ അഭിപ്രായത്തിൽ ആ സ്ത്രീ തടിച്ച മനുഷ്യനോട് മകൻ ശരിക്കും മരിച്ചോ എന്ന് ചോദിച്ചത് എന്തുകൊണ്ടാണ്? Answer: To confirm the harsh reality of the man's loss, or perhaps to console herself that her own grief was shared. The woman's grief might have made her seek a complete, undeniable truth. ആ മനുഷ്യന്റെ നഷ്ടത്തിന്റെ കഠിനമായ യാഥാർത്ഥ്യം സ്ഥിരീകരിക്കുന്നതിനോ അല്ലെങ്കിൽ തന്റെ ദുഃഖം പങ്കുവയ്ക്കാൻ മറ്റൊരാളുണ്ടെന്ന് സ്വയം ആശ്വസിക്കുന്നതിനോ വേണ്ടിയായിരിക്കാം. സ്വന്തം ദുഃഖം കാരണം അവർ ഒരു പൂർണ്ണമായ, നിഷേധിക്കാനാവാത്ത സത്യം തേടി. Question number 3. Why did the stout man break down at the end of the story? കഥയുടെ അവസാനം തടിച്ച മനുഷ്യൻ തകർന്നുപോയത് എന്തുകൊണ്ടാണ്? Answer: The realization that his son, a mere 20-year-old, was really dead hit him fully. The woman's blunt question shattered his carefully maintained facade of patriotic grief, revealing the raw, personal tragedy. തന്റെ 20 വയസ്സുള്ള മകൻ ശരിക്കും മരിച്ചു എന്ന യാഥാർത്ഥ്യം പൂർണ്ണമായി മനസ്സിലാക്കിയതുകൊണ്ട് ആ സ്ത്രീയുടെ ചോദ്യം രാജ്യസ്നേഹപരമായ ദുഃഖത്തിന്റെ മറവിൽ അദ്ദേഹം സൂക്ഷിച്ച യഥാർത്ഥ ദുരന്തത്തെ പുറത്തുകൊണ്ടുവന്നു. Question number 4. The other passengers were amazed to see the stout man break down. How would you respond in such a situation? മനുഷ്യൻ തകർന്നുപോയത് കണ്ട് മറ്റ് യാത്രക്കാർ അത്ഭുതപ്പെട്ടു. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളെങ്ങനെ പ്രതികരിക്കും? Answer: Instead of being amazed, I would respond with humanity and empathy. I would approach calmly and not stare. I would discreetly offer a tissue or water, asking softly if he needs anything. If he doesn't want to talk, I would respect his privacy and keep a distance. My main aim would be to provide silent, supportive presence without judgment. In short, I would show compassion and provide non-judgmental support in his moment of distress. തടിച്ച മനുഷ്യൻ തകരുമ്പോൾ ഞാൻ അത്ഭുതപ്പെടില്ല. സഹാനുഭൂതിയോടെ പ്രതികരിക്കും. ശാന്തമായി അടുത്തെത്തും. തുറിച്ചു നോക്കില്ല. അധികം ചോദ്യങ്ങൾ ചോദിക്കാതെ ഒരു തൂവാലയോ വെള്ളമോ നൽകി സഹായം വാഗ്ദാനം ചെയ്യും. സംസാരിക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വകാര്യതയെ മാനിക്കും. ദുരിതത്തിൽ ഒരു മനുഷ്യനെന്ന നിലയിൽ പിന്തുണ നൽകും. ചുരുക്കത്തിൽ, മനുഷ്യത്വപരമായി സമീപിക്കുകയും വിധി പറയാതെ പിന്തുണ നൽകുകയും ചെയ്യും. Question number 5. What does the story tell us about the different ways in which people cope with grief and loss? ദുഃഖത്തെയും നഷ്ടത്തെയും ആളുകൾ കൈകാര്യം ചെയ്യുന്ന വിവിധ രീതികളെക്കുറിച്ച് ഈ കഥ നമ്മോട് എന്താണ് പറയുന്നത്? Answer: It shows some people try to intellectualize or generalize their loss. Like the stout man initially, some are openly expressive, while others internalize it or compare their loss to find solace. ചില ആളുകൾ അവരുടെ നഷ്ടത്തെ യുക്തിസഹമാക്കാൻ ശ്രമിക്കുന്നു, തുടക്കത്തിൽ തടിച്ച മനുഷ്യനെപ്പോലെ. ചിലർ പരസ്യമായി ദുഃഖം പ്രകടിപ്പിക്കുന്നു. മറ്റുള്ളവർ ആശ്വാസം കണ്ടെത്താൻ അവരുടെ നഷ്ടത്തെ ഉള്ളിലൊതുക്കുകയോ താരതമ്യം ചെയ്യുകയോ ചെയ്യുന്നു. Question number 6. Pirandello's story, War, presents a realistic picture of the misery and the meaninglessness of war even today. It also appeals to question the concept of nationalism. How, in your opinion, should the concept of nationalism be widened to promote cooperation rather than competition among countries? Do you think there is a moral world pressure to better future for humanity and for the planet Earth?
Mention stories from the story and recent events in current life to support your arguments. പിരണ്ടല്ലയുടെ യുദ്ധം എന്ന കഥ ഇന്നും യുദ്ധത്തിന്റെ ദുരിതങ്ങളെയും അർത്ഥമില്ലായ്മയെയും കുറിച്ചുള്ള ഒരു യാഥാർത്ഥ്യ ചിത്രം നൽകുന്നു. ഇത് ദേശീയതാ സങ്കല്പത്തെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരം ഒഴിവാക്കി സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ദേശീയതാ സങ്കല്പത്തെ എങ്ങനെ വികസിപ്പിക്കാം? മാനവികതയ്ക്കും ഈ ഭൂമിക്കും ഒരു മികച്ച ഭാവിക്കായി ധാർമ്മികമായ ലോകസമ്മർദ്ദമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ വാദങ്ങളെ പിന്തുണയ്ക്കാൻ കഥയിൽ നിന്നുള്ള ഭാഗങ്ങളും നിലവിലെ ജീവിതത്തിലെ സമീപകാല സംഭവങ്ങളും പരാമർശിക്കുക. Answer. Widening nationalism. It must shift from competition and us versus them to global cooperation. For example, climate change and shared humanity. Moral pressure. Yes, evidenced by UN SDGs and youth activism, proving human grief, like the stout man's, overrides political dogma. ദേശീയത വികസിപ്പിക്കൽ. മത്സരം ഒഴിവാക്കി ആഗോള പൗരത്വം എന്നതിലേക്ക് വളരണം. കാലാവസ്ഥാ മാറ്റം പോലുള്ള പൊതുവെല്ലുവിളികളിൽ സഹകരിക്കണം. ധാർമ്മിക സമ്മർദ്ദം. ഉണ്ട്. UN ലക്ഷ്യങ്ങളും യുവജന പ്രസ്ഥാനങ്ങളും ഇതിന് തെളിവാണ്. മനുഷ്യന്റെ ദുഃഖമാണ് തടിച്ച മനുഷ്യന്റേത് എല്ലാ വാദങ്ങളെക്കാളും വലുത്. ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ലെറ്റ്സ് റീകോൾ ആൻഡ് റീക്രിയേറ്റ്. നമുക്ക് ഓർമ്മിക്കാം, വീണ്ടും സൃഷ്ടിക്കാം. ഈ വിഭാഗം പുതിയ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്നു. 1. It is the ordinary people who suffer in a war, not the privileged war. Prepare the script for a speech to be delivered in your school on 6th August, Hiroshima Day. ഒരു യുദ്ധത്തിൽ കഷ്ടപ്പെടുന്നത് സാധാരണ ജനങ്ങളാണ്, അല്ലാതെ വിശിഷ്ട യുദ്ധമല്ല. ആഗസ്റ്റ് 6-ന് ഹിരോഷിമ ദിനത്തിൽ നിങ്ങളുടെ സ്കൂളിൽ അവതരിപ്പിക്കാനുള്ള ഒരു പ്രസംഗം തയ്യാറാക്കുക. Answer. Respected principal, beloved teachers, and my dear friends. Today, August 6th, we remember the tragedy of Hiroshima. We are here not just to mourn the past, but to understand a painful truth highlighted in Luigi Pirandello's story, War. It is always the ordinary people who suffer in conflict, not the privileged. The contrast. War is planned by powerful leaders, but the price is paid by farmers, students, and laborers, the common citizens. The privileged may talk about national pride and noble death, but their own children rarely stand on the front lines. The meaninglessness. Pirandello shows this truth through the weeping passengers on the train. The old woman and the husband face the loss of their only son, while the stout man's hollow words about glory crumble into tears when his own son is threatened. The grief is real, but the reason for the suffering, war, is meaningless. The modern reality. Even today, in conflicts across the globe, the cost is counted in the destroyed homes and lost futures of ordinary families. Whether it is a bomb in Hiroshima or a drone attack today, the victims are the same, the poor and the unprivileged. Let us reject the hollow words of nationalism that glorify war. Let us use our voice, not to compete over who suffers more, but to cooperate for peace. Let the sacrifice of the unprivileged in Hiroshima be our moral compass against war. Thank you. വിഷയം: യുദ്ധത്തിൽ കഷ്ടപ്പെടുന്നത് സാധാരണക്കാർ. സംബോധന: ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, പ്രിയപ്പെട്ട അധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ. ഇന്ന് ഓഗസ്റ്റ് 6 ഹിരോഷിമയുടെ ദുരന്തം നമ്മൾ ഓർമ്മിക്കുന്നു. ലൂയിജി പിരന്തല്ലോയുടെ വാർ എന്ന കഥ അടിവരയിടുന്ന ഒരു വേദനിപ്പിക്കുന്ന സത്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഒത്തുചേർന്നത്. യുദ്ധത്തിൽ കഷ്ടപ്പെടുന്നത് എപ്പോഴും സാധാരണ ജനങ്ങളാണ്, പ്രത്യേക പദവിയുള്ളവരല്ല. പ്രധാന ഭാഗം: വൈരുദ്ധ്യം. യുദ്ധം ആസൂത്രണം ചെയ്യുന്നത് ശക്തരായ നേതാക്കളാണ്, എന്നാൽ അതിന്റെ വില കൊടുക്കുന്നത് കർഷകരും വിദ്യാർത്ഥികളും തൊഴിലാളികളുമാണ്. ദേശീയ അഭിമാനം എന്നും മഹത്തായ മരണം എന്നൊക്കെ പദവിയുള്ളവർ സംസാരിച്ചാലും അവരുടെ മക്കൾ യുദ്ധമുന്നണിയിൽ അപൂർവമായേ നിൽക്കാറുള്ളൂ. അർത്ഥമില്ലായ്മ. ട്രെയിനിലെ കരയുന്ന യാത്രക്കാരിലൂടെ പിരന്തല്ലോ ഈ സത്യം കാണിച്ചു തരുന്നു. വൃദ്ധയും ഭർത്താവും അവരുടെ ഏക മകനെ നഷ്ടപ്പെടുന്നതിന്റെ വേദനയിലാണ്. എന്നാൽ തടിച്ച മനുഷ്യന്റെ മഹത്വത്തെക്കുറിച്ചുള്ള വാക്കുകൾ സ്വന്തം മകൻ ഭീഷണിയിലായപ്പോൾ കണ്ണീരായി തകർന്നു വീഴുന്നു.
ദുഃഖം യഥാർത്ഥമാണ്, പക്ഷേ അതിന്റെ കാരണം യുദ്ധം അർത്ഥശൂന്യമാണ്. ഇന്നത്തെ യാഥാർത്ഥ്യം. ഇന്നും ലോകമെമ്പാടുമുള്ള സംഘർഷങ്ങളിൽ നഷ്ടത്തിന്റെ കണക്കെടുക്കുന്നത് സാധാരണക്കാരുടെ തകർന്ന വീടുകളിലും നഷ്ടപ്പെട്ട ഭാവികളിലുമാണ്. ഹിരോഷിമയിലെ ബോംബായാലും ഇന്നത്തെ ഡ്രോൺ ആക്രമണമായാലും ഇരകളൊന്നാണ്. പാവപ്പെട്ടവരും സാധാരണക്കാരുമാണ്. ഉപസംഹാരം അല്ലെങ്കിൽ കർമ്മത്തിന് ആഹ്വാനം. യുദ്ധത്തെ മഹത്വവൽക്കരിക്കുന്ന പൊള്ളയായ ദേശീയതാവാദങ്ങളെ നമുക്ക് തള്ളിക്കളയാം. ആരാണ് കൂടുതൽ കഷ്ടപ്പെടുന്നത് എന്നു മത്സരിക്കാതെ സമാധാനത്തിനായി നമുക്ക് സഹകരിക്കാം. ഹിരോഷിമയിലെ സാധാരണക്കാരുടെ ത്യാഗം യുദ്ധത്തിനെതിരായ നമ്മുടെ ധാർമ്മിക വഴികാട്ടിയായിരിക്കട്ടെ. നന്ദി. ആക്ടിവിറ്റി 2 നോക്കാം. I know not with what weapons World War III will be fought, but World War IV will be fought with sticks and stones. Albert Einstein. Rapid technological advancements have changed the face of warfare with the rise of mechanical weapons, autonomous drones, and cyber attacks. Are we progressing to a safer future, or are we on the path to self-destruction? Hold a discussion on both aspects of the question to explore the future of war and its impact on the society of the 21st century. You may also conduct a debate in class. എനിക്ക് 4-ാം ലോകമഹായുദ്ധത്തിൽ എന്തായുധങ്ങൾ ഉപയോഗിച്ച് പോരാടുമെന്ന് അറിയില്ല. എന്നാൽ 4-ാം ലോകമഹായുദ്ധം വടികളും കല്ലുകളും ഉപയോഗിച്ചായിരിക്കും പോരാടുക എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ. യന്ത്രവൽകൃത ആയുധങ്ങൾ, സ്വയംഭരണ ഡ്രോണുകൾ, സൈബർ ആക്രമണങ്ങൾ എന്നിവയുടെ വർധനവോടെ അതിവേഗ സാങ്കേതിക മുന്നേറ്റങ്ങൾ യുദ്ധത്തിന്റെ മുഖച്ഛായ മാറ്റി. നമ്മൾ സുരക്ഷിതമായ ഭാവിക്കാണോ മുന്നേറുന്നത്, അതോ സ്വയം നാശത്തിലേക്കുള്ള പാതയിലാണോ? 21-ാം നൂറ്റാണ്ടിലെ യുദ്ധത്തിന്റെ ഭാവിയെക്കുറിച്ചും സമൂഹത്തിൽ അതിന്റെ സ്വാധീനത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിനായി ഈ ചോദ്യത്തിന്റെ 2 വശങ്ങളെക്കുറിച്ചും ഒരു ചർച്ച നടത്തുക. നിങ്ങൾക്ക് ക്ലാസ്സിൽ ഒരു സംവാദവും നടത്താവുന്നതാണ്. ആൻസർ. ഡിബേറ്റ്. Topic: Patriotism is a great virtue, but nationalism is a great vice. A. Arguments for the motion. Nationalism is bad. Point explanation. 1. Creates division. Nationalism promotes an us versus them mentality, leading to distrust, fear, and conflict with other nations. It breeds cultural and racial superiority. 2. Encourages war. Nationalism is the fuel for war. It demands blind obedience and sacrifice, as seen in the story War, justifying the death of ordinary people for abstract concepts like glory and country. 3. Hinders global progress. It makes cooperation difficult on issues like climate change or pandemics, for example, vaccine nationalism. It prioritizes self-interest over shared human survival. 4. Kills individuality. Extreme nationalism suppresses dissent and forces citizens to conform, stifling freedom of thought and diversity. B. Arguments against the motion. Nationalism is good. Point explanation. 1. Provides identity and unity. Nationalism gives citizens a strong sense of shared culture, history, and belonging, which is essential for national cohesion and stability. 2. Promotes self-reliance. A strong nationalistic feeling encourages a nation to be self-sufficient and protects its economy and culture from foreign exploitation or dominance. 3. Motivates development. National pride motivates citizens to work hard for the country's progress, leading to advancements in technology, infrastructure, and education. 4. Defense and sovereignty. Nationalism is vital for defending the nation's borders and political sovereignty. Without it, a country is vulnerable to external threats. വിഷയം: ദേശഭക്തി ഒരു വലിയ സദ്ഗുണമാണ്, എന്നാൽ ദേശീയവാദം ഒരു വലിയ തിന്മയാണ്. വാദത്തെ അനുകൂലിച്ചുകൊണ്ട് ദേശീയവാദം തിന്മയാണ്. പോയിന്റ് വിശദീകരണം. 1. വിഭജനം സൃഷ്ടിക്കുന്നു. ദേശീയവാദം നമ്മൾ വേഴ്സസ് അവർ എന്ന ചിന്ത വളർത്തി മറ്റ് രാജ്യങ്ങളോടും സംസ്കാരങ്ങളോടും ശത്രുതയും വർണ്ണവെറിയും സൃഷ്ടിക്കുന്നു. 2. യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നു.
ദേശീയവാദം യുദ്ധത്തിന്റെ പ്രധാന കാരണമാണ്. മഹത്വം, രാഷ്ട്രം തുടങ്ങിയ അമൂർത്തമായ ആശയങ്ങൾക്കായി സാധാരണക്കാരുടെ ജീവൻ ബലിയർപ്പിക്കാൻ ഇതാവശ്യപ്പെടുന്നു. വാർ എന്ന കഥയിലെ പോലെ. 3. ആഗോള വളർച്ചയ്ക്ക് തടസ്സം. കാലാവസ്ഥ മാറ്റം, പകർച്ചവ്യാധികൾ പോലുള്ള പ്രശ്നങ്ങളിൽ സഹകരിക്കുന്നതിന് തടസ്സമുണ്ടാക്കുന്നു. മനുഷ്യരാശിയുടെ നിലനിൽപ്പിനേക്കാൾ സ്വന്തം താൽപര്യത്തിന് പ്രാധാന്യം നൽകുന്നു. 4. വ്യക്തിഗത സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നു. തീവ്ര ദേശീയവാദം വിമതസ്വരങ്ങളെ അടിച്ചമർത്തുകയും പൗരന്മാരെ ഏകീകൃത ചിന്താഗതിക്ക് നിർബന്ധിക്കുകയും ചെയ്യുന്നതിലൂടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നു. വാദത്തെ എതിർത്തുകൊണ്ട് ദേശീയവാദം നല്ലതാണ്. പോയിന്റ് വിശദീകരണം. 1. ഐക്യവും വ്യക്തിത്വവും നൽകുന്നു. ദേശീയവാദം പൗരന്മാർക്ക് പൊതുവായ സംസ്കാരം, ചരിത്രം, ഒരുമ എന്നിവയുടെ ശക്തമായ ബോധം നൽകുന്നു. ഇത് രാജ്യത്തിന്റെ സ്ഥിരതയ്ക്ക് അത്യാവശ്യമാണ്. 2. സ്വയം പര്യാപ്തത പ്രോത്സാഹിപ്പിക്കുന്നു. ശക്തമായ ദേശീയ വികാരം രാജ്യത്തെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുകയും വിദേശ ചൂഷണങ്ങളിൽ നിന്ന് സമ്പദ്വ്യവസ്ഥയെയും സംസ്കാരത്തെയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. 3. വികസനത്തിന് പ്രചോദനമാകുന്നു. ദേശീയ അഭിമാനം കാരണം പൗരന്മാർ രാജ്യത്തിന്റെ പുരോഗതിക്കായി കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ഇത് സാങ്കേതിക വിദ്യയിലും വിദ്യാഭ്യാസത്തിലും വളർച്ചയുണ്ടാക്കുകയും ചെയ്യുന്നു. 4. പ്രതിരോധവും പരമാധികാരവും. രാജ്യത്തിന്റെ അതിർത്തികളും രാഷ്ട്രീയ പരമാധികാരവും സംരക്ഷിക്കാൻ ദേശീയവാദം അത്യന്താപേക്ഷിതമാണ്. ഇതില്ലെങ്കിൽ രാജ്യം ബാഹ്യഭീഷണികൾക്ക് ഇരയാകും. ഇനി അടുത്ത ചോദ്യം. The woman in mourning dress is deeply moved by the stout man's grief at the death of his son. She pours out her feelings in her മകന്റെ diary മരണത്തിലുള്ള that തടിച്ച evening. മനുഷ്യന്റെ ദുഃഖത്തിൽ Draft the ദുഃഖവസ്ത്രം likely ധരിച്ച diary സ്ത്രീ entry. ആഴത്തിൽ സ്പർശിക്കപ്പെടുന്നു. അന്ന് വൈകുന്നേരം അവർ തന്റെ ഡയറിയിൽ തന്റെ വികാരങ്ങൾ പകർത്തി. സാധ്യതയുള്ള ഡയറി എൻട്രി തയ്യാറാക്കുക. Answer. October 20, Thursday. Dear Diary, the shock of today's journey still lingers. I saw the stout man, who had been loudly lecturing us about glorious sacrifice, shatter into a raw, animalistic cry. I was the one who asked if his son was really dead, a desperate question, not malicious, as I too needed to confirm this war's brutal finality. His breakdown proved everything I felt. There is no nationalistic rhetoric strong enough to mask the pain of losing a child. His tears, unrestrained and agonizing, were identical to the sorrow I carry for my husband. All grief is the same. I pity him, and all of us who have to pretend that our loss is for a cause. We are all just fathers, mothers, and wives, broken by a war that steals our loved ones and our right to mourn them authentically. Good night. ഒക്ടോബർ 20, വ്യാഴം. പ്രിയപ്പെട്ട ഡയറി, ഇന്നത്തെ യാത്രയുടെ ആഘാതം ഇപ്പോഴും എന്നെ വിട്ടുപോയിട്ടില്ല. മഹത്തായ ത്യാഗം എന്നതിനെക്കുറിച്ച് ഉറക്കെ പ്രസംഗിച്ചിരുന്ന തടിച്ച മനുഷ്യൻ നിയന്ത്രണാതീതമായൊരു കരച്ചിലായി തകർന്നു വീഴുന്നത് ഞാൻ കണ്ടു. മകൻ ശരിക്കും മരിച്ചോ എന്ന് ചോദിച്ചത് ഞാനായിരുന്നു. ഈ യുദ്ധത്തിന്റെ ക്രൂരമായ അന്ത്യം സ്ഥിരീകരിക്കേണ്ടതിന്റെ അടിയന്തര ആവശ്യം കൊണ്ടാണ് ഞാനത് ചോദിച്ചത്, അല്ലാതെ ദേഷ്യം കൊണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ തകർച്ച ഞാൻ അനുഭവിച്ചതെല്ലാം സത്യമാണെന്ന് തെളിയിച്ചു. ഒരു കുട്ടിയെ നഷ്ടപ്പെടുന്നതിന്റെ വേദന മറയ്ക്കാൻ മാത്രം ശക്തമായ ദേശീയത വാചാടോപങ്ങൾ ഒന്നുമില്ല. നിയന്ത്രണമില്ലാത്ത തീവ്രമായ അദ്ദേഹത്തിന്റെ കണ്ണുനീർ എന്റെ ഭർത്താവിനായുള്ള എന്റെ ദുഃഖത്തിന് സമാനമായിരുന്നു. എല്ലാ ദുഃഖവും ഒന്നുതന്നെയാണ്. നഷ്ടപ്പെട്ടത് ഒരു കാരണത്തിനു വേണ്ടിയായിരുന്നുവെന്ന് നടിക്കേണ്ടിവരുന്ന അദ്ദേഹത്തോടും ഞങ്ങളോടെല്ലാവരോടും എനിക്ക് സഹതാപമുണ്ട്. പ്രിയപ്പെട്ടവരെയും അവരെ യഥാർത്ഥമായി ഓർക്കാനുള്ള അവകാശത്തെയും കവർന്നെടുക്കുന്ന ഈ യുദ്ധത്താൽ തകർന്നുപോയ അച്ഛന്മാരും അമ്മമാരും ഭാര്യമാരും മാത്രമാണ് നാം എല്ലാവരും. ശുഭരാത്രി. അടുത്ത ചോദ്യം. The passengers in the train were amazed to see the stout man break into uncontrollable sobs. Back home, a passenger narrates the experience to his childlike son, who, unlike the stout man, tries at first to hide his emotions, only to break down minutes later. Write the possible narrative. അടുത്ത ചോദ്യം. ട്രെയിനിലെ യാത്രക്കാർ തടിച്ച മനുഷ്യൻ നിയന്ത്രണാതീതമായി കരയുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു. വീട്ടിലെത്തിയ ശേഷം ഒരു യാത്രക്കാരൻ തന്റെ കൊച്ചുമകനോട് ആ അനുഭവം വിവരിക്കുന്നു. ആ യാത്രക്കാരൻ തടിച്ച മനുഷ്യനെപ്പോലെ അല്ലാതെ
ആദ്യം തന്റെ വികാരങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ മിനിറ്റുകൾക്കകം തകർന്നു പോകുന്നു. ഈ വിവരണം നരേറ്റീവ് എഴുതുക. Answer. Children, the journey home today was quite unusual. In our compartment, there was a big, stout man, initially looking very composed. But about halfway, I noticed his eyes watering. He was clearly trying to fight back his tears, perhaps clutching his bag a little tighter or looking out the window intensely to distract himself. It was a painful sight. Then it happened. The emotion was just too much, and he suddenly burst into loud, uncontrollable sobs. It was as if a dam had broken. All the passengers were stunned, realizing that even the strongest-looking people carried deep sorrow. It was a powerful and moving moment that showed me the reality of hidden pain. കുട്ടികളെ, ഇന്നത്തെ എന്റെ യാത്രാനുഭവം വളരെ വ്യത്യസ്തമായിരുന്നു. ഞങ്ങളുടെ കമ്പാർട്ട്മെന്റിൽ ഒരു വലിയ തടിച്ച മനുഷ്യനുണ്ടായിരുന്നു. ആദ്യം കണ്ടപ്പോൾ അദ്ദേഹം തികച്ചും ശാന്തനായിരുന്നു. എന്നാൽ യാത്രയുടെ പകുതിയോടെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം കണ്ണീരടക്കാൻ നന്നായി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷേ ബാഗിൽ മുറുകെ പിടിച്ചോ അല്ലെങ്കിൽ പുറത്തേട്ട് നോക്കിയോ ശ്രദ്ധ മാറ്റാൻ ശ്രമിച്ചു. അത് വേദനാജനകമായ കാഴ്ചയായിരുന്നു. എന്നിട്ട് സംഭവിച്ചു. അദ്ദേഹത്തിന് വികാരങ്ങളെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് അദ്ദേഹം ഉച്ചത്തിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ തേങ്ങിക്കരയാൻ തുടങ്ങി. ഒരണക്കെട്ട് തകർന്നതുപോലെയായിരുന്നു അത്. ആ രംഗം കണ്ട് ഞങ്ങളെല്ലാവരും സ്തബ്ധരായിപ്പോയി. ഏറ്റവും കരുത്തുള്ളവരെന്ന് തോന്നുന്നവർക്ക് പോലും ആഴത്തിലുള്ള ദുഃഖങ്ങൾ ഉണ്ടാകുമെന്ന് ആ നിമിഷം എന്നെ പഠിപ്പിച്ചു. ഒളിപ്പിച്ച വേദനയുടെ യാഥാർത്ഥ്യം വെളിവാക്കിയ വളരെ ശക്തമായൊരനുഭവമായിരുന്നു അത്. പ്രിയ വിദ്യാർത്ഥികളെ, ഇതോടെ നമ്മൾ ആക്ടിവിറ്റി പൂർത്തിയാക്കിയിരിക്കുന്നു.